നമസ്കാരം. പാക് സൈന്യത്തിൽ നുഴഞ്ഞുകയറി ഉന്നത പദവിയിലെത്തി അതീവ രഹസ്യമായി വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറിയ ബ്ലാക്ക് ടൈഗർ എന്ന വിളിപ്പേരുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ഷാരിന്റെ ത്രസിപ്പിക്കുന്ന കഥയാണിത്. പിടിക്കപ്പെട്ട ശേഷം നീണ്ട വർഷങ്ങൾ കൊടും പീഡനങ്ങൾ അനുഭവിച്ച ശേഷം മരണത്തിലേക്ക് രക്ഷപ്പെട്ട രവീന്ദർ കൗശിക് എന്ന യഥാർത്ഥ ഇന്ത്യൻ പോരാളിയുടെ കഥ പുറത്തറിഞ്ഞത് ഒരു സിനിമയിലൂടെയും ഒരു പുസ്തകത്തിലൂടെയുമായിരുന്നു. സൽമാൻ ഖാൻ നായകനായ എക് ദ ടൈഗർ എന്ന സിനിമ ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ മുൻ ജോയിന്റ് ഡയറക്ടർ മലോയ് കൃഷ്ണധർ എഴുതിയ മിഷൻ ടു പാകിസ്ഥാൻ ആൻ ഇന്റലിജൻസ് ഏജന്റ് എന്ന പുസ്തകം. ആ പുസ്തകം പറഞ്ഞത് രവീന്ദർ കൗശിക്കിന്റെ കഥ ആയിരുന്നുവെങ്കിലും ആ പേര് അതിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. വെറുമൊരു സിനിമാ കഥയാക്കി ആ ജീവിതത്തെ വില കുറച്ചെങ്കിലും സിനിമ വന്നതോടെയാണ് കൗശിക്കിന്റെ പേര് പുറം ലോകം അറിയുന്നത്. സത്യത്തിൽ സിനിമയിൽ ആ പേര് ഉപയോഗിച്ചില്ലെങ്കിലും സിനിമക്കാധാരമായ ജീവിതം എന്ന നിലയിൽ ചില മാധ്യമങ്ങൾ ആ ജീവിതം പകർത്തി പുറത്തുവിടുകയായിരുന്നു. സിനിമയെ തോൽപ്പിക്കുന്ന അസാധാരണമായ ആ ജീവിതത്തെ അടുത്തറിയുമ്പോൾ ഇപ്പോഴും നമ്മൾ അന്തം വിടുക തന്നെ ചെയ്യും. രാജസ്ഥാനിലെ ശ്രീഗംഗാ നഗറിൽ സാധാരണ കുടുംബത്തിലായിരുന്നു ജനനം. പഠന കാലയളവിൽ തന്നെ നാടകരംഗത്ത് ശ്രദ്ധേയനായിരുന്നു കൗശിക്. മികച്ച അഭിനേതാവായിരുന്ന രവീന്ദർ കൗശിക് ലക്നൌവിൽ നടന്ന ദേശീയ നാടക മത്സരത്തിനിടെയാണ് കൗശിക്കിനെ റോ കണ്ടെത്തിയത്. ദേശസ്നേഹി ആയിരുന്ന കൗശിക് രാജ്യത്തിനു വേണ്ടി അത്യന്തം അപകടകരമായ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാവുകയായിരുന്നു. ജോലി ഇതായിരുന്നു: ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് പാകിസ്ഥാനിൽ പോവുക, അവിടെ പഠിക്കുക, അവിടെ നിന്ന് വിവാഹം കഴിക്കുക, പാക് സൈന്യത്തിൽ ജോലി നേടുക, അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് എത്തിക്കുക. 23-ാം വയസ്സിൽ കൗശിക് ആ ദൗത്യം സ്വീകരിച്ചു. യാത്രയ്ക്ക് മുന്നോടിയായി ദില്ലിയിൽ 2 വർഷം കഠിനമായ പരിശീലനവും നടത്തി. പിന്നീട് മതവും മാറി നബി അഹമ്മദ് ഷാക്കിർ എന്ന പേരും സ്വീകരിച്ചു. സുന്നത്ത് ചെയ്യുകയും ഉറുദു പഠിക്കുകയും ചെയ്തു. അങ്ങനെ മതപഠനം നടത്തി പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും സംസ്കാരത്തെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. പിന്നീട് 1975-ൽ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. നിലവിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പാക് സൈന്യത്തിൽ കമ്മീഷൻഡ് ഓഫീസറായി ചേർന്നു. അതിവേഗം സൈന്യത്തിൽ ശ്രദ്ധേയനായ കൗശിക്കിന് മേജർ പദവിയും ലഭിച്ചു. അതിനിടെ പാക് കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹവും കഴിച്ചു. അപ്പോഴും മുറ തെറ്റാതെ സ്വന്തം വീട്ടിലേക്ക് കൗശിക് കത്തുകൾ അയച്ചു. 1979 മുതൽ 1983 വരെ സൈന്യത്തിൽ പ്രവർത്തിച്ച കൗശിക് അതീവ നിർണായകമായ വിവരങ്ങളാണ് ഇന്ത്യക്ക് കൈമാറിയിരുന്നത്. ഇന്ത്യൻ സൈന്യം മുന്നേറ്റത്തിന് ഏറ്റവും സഹായകരമായ അനേകം വിവരങ്ങൾ അതിൽ ഉൾപ്പെടുന്നവയാണ്. പാക് സൈന്യത്തിന്റെ തന്ത്രങ്ങൾ മുൻകൂട്ടി അറിഞ്ഞത് ഇന്ത്യക്ക് മുൻകൈ ലഭിക്കാൻ സഹായമാവുകയും ചെയ്തു. രാജസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പാക് സൈന്യം നടത്തിയ ശ്രമങ്ങളെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തിയത് കൗശിക് നൽകിയ വിവരങ്ങൾ വഴിയായിരുന്നു. ശത്രുപാളയത്തിൽ കടന്നുകയറി അതീവ രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന ആ ചങ്കൂറ്റം ഏവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൗശിക്കിന് നൽകിയ പേര് അതിന് തെളിവായിരുന്നു: ബ്ലാക്ക് ടൈഗർ. എല്ലാം തകർന്നത് 1983-ലായിരുന്നു. കൗശിക്കുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് ഇന്ത്യ ഒരു ചാരനെ കൂടി പാകിസ്ഥാനിലേക്ക് വിട്ടു. ഇനായത്ത് മസിഹ എന്നായിരുന്നു അയാളുടെ പേര്. ഇനായത്ത് പാക് ചാരന്മാരുടെ വലയിൽ കുടുങ്ങി. കൗശിക്കിന്റെ യഥാർത്ഥ മുഖം പാക് സൈന്യം അറിഞ്ഞത് അങ്ങനെയാണ്. വൈകാതെ അവർ കൗശിക്കിനെ പിടികൂടുകയും ചെയ്തു. 2 വർഷത്തോളം സിലിക്കോട്ടിലെ രഹസ്യ താവളത്തിൽ അദ്ദേഹത്തെ അവർ കഠിനമായി ചോദ്യം ചെയ്തു. ഒരു വിവരവും കിട്ടാതായപ്പോൾ കൊടും പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. കൗശിക്കിന്റെ പുരികങ്ങൾ പാക് സൈന്യം മുറിച്ചെടുത്തു. ഉറങ്ങാതിരിക്കാനായിരുന്നു ഇത്. രഹസ്യഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുകയും കാതുകളിൽ ഇരുമ്പുതണ്ട് ചൂടാക്കി കുത്തിയിറക്കുകയും ചെയ്തു. 16 വർഷം സിലിക്കോട്ട്, കോട്ട് ലഖ്പത്, മയാൻവാലി എന്നിങ്ങനെ പല ജയിലുകളിൽ മാറി മാറി താമസിപ്പിച്ചു. കഠിനമായ പീഡനങ്ങൾക്കിടെ കൗശിക്കിന് ആസ്മയും ക്ഷയരോഗവും പിടിപെട്ടു. 18 വർഷത്തെ പീഡനങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണം വരിച്ചു. കൗശിക് ആരാണെന്ന് വെളിപ്പെടുത്താൻ ഇന്ത്യ ഇതുവരെയും തയ്യാറായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാസം 500 രൂപ പ്രതിമാസ പെൻഷൻ അനുവദിച്ചിരുന്നു. പിന്നീടത് 2006-ൽ അമ്മ അമലാദേവി മരിക്കുന്നതുവരെ 2000 ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകിയ ആ പോരാളിക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായതില്ല. ചാരവൃത്തി സമ്മതിക്കുന്നതിലുള്ള നിയമപ്രശ്നങ്ങളായിരുന്നു ഇതിന്റെ പ്രധാന കാരണം.
ജയിലിലുള്ളപ്പോഴും അദ്ദേഹം കുടുംബത്തിന് സ്വന്തം അവസ്ഥകൾ വിവരിച്ചുകൊണ്ട് കത്തുകൾ എഴുതുമായിരുന്നു. അങ്ങനെ ഒരു കത്തിൽ അദ്ദേഹം എഴുതി, അമേരിക്കക്കാരനായിരുന്നുവെങ്കിൽ ഞാൻ 3-ാം ദിവസം ജയിൽ മോചിതനായേനെ. ഞാനൊരു ഇന്ത്യക്കാരനായി പോയി. ഇതാണോ സ്വജീവിതം ത്യജിച്ച ഒരാൾക്ക് ഇന്ത്യ നൽകുന്നത്? ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.